എല്ലാം ചെയ്യുവാൻ സാധിക്കുന്നതും എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്രാ സംബന്ധമായിട്ടുള്ള എല്ലാ സംഗതികളും മിക്കവാറും ശരിയായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് നമ്മൾ ഈ ഹജ്ജിന് പോകുന്നത്. ഒന്ന് മെയ് 2-ാം തീയതി കോഴിക്കോട് നിന്ന് പോകുന്നതും മെയ് 12-ാം തീയതി കോഴിക്കോട് നിന്ന് പോകുന്നത് 2 ഗ്രൂപ്പായിട്ടുള്ളത്. അതുകൊണ്ട് 2 ഭാഗത്തായിട്ടാണ് നമ്മൾ ഇരുത്തിയിട്ടുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യമെല്ലാം നമ്മൾ തുടർന്ന് അധ്യക്ഷനും കാര്യങ്ങളും വിശദീകരിക്കുന്നതായിരിക്കും. നമ്മളെ പരിപാടിനെ പറ്റിയിട്ട് രൂപവും ഭാവവും മറ്റതെല്ലാം തന്നെ. പിന്നെ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പിന്നെ നമ്മൾ വിസ സംബന്ധമായിട്ടും ടിക്കറ്റ് സംബന്ധമായിട്ടും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം തർത്തീവായിട്ടാണ് ഉള്ളത്. പിന്നെ രണ്ടാമത്, നമ്മളെ കൂട്ടത്തിൽ ഹജ്ജിന് വേണ്ടി പിന്നെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുകയും ഹജ്ജ് വിസ എടുക്കുകയും അവരുടെ ടിക്കറ്റ് അടക്കം നമ്മളെടുത്ത് അയക്കുകയും ചെയ്തൊരു മാതി ഉണ്ടായിരുന്നു. ഞാൻ ഖത്തറിലാണ് അവർ. അപ്പോൾ ഖത്തറിൽ നിന്ന് അവരെ നേരിട്ടിട്ട് കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ ഈ നോമ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിലാണ് ഉള്ളത്, ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അസറിന് ശേഷം വിളിച്ച സമയത്താണ് വളരെയധികം ദയനീയമായിട്ടുള്ളൊരു സംഗതി. പെട്ടെന്ന് പിന്നെ ഈ മഹദിക്ക് ഡയഗ്നൈസ് ചെയ്യുകയും അത് മാരകമായ ഒരു രോഗത്തിൻ്റെ അടിമ ആയി ഹജ്ജിന് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറായിട്ട് സംസാരിച്ച് ഹജ്ജിന് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളത്. അതിനുശേഷം എന്നോട് പറഞ്ഞു 2-3 ദിവസം അവധി തരണമെന്ന് പറഞ്ഞു. ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ അടിസ്ഥാനത്തിൽ അത് പിന്നെ ചെക്ക് ചെയ്ത് ഡോക്ടർമാർ യാത്ര ചെയ്യാൻ പറ്റൂല എന്നുള്ള നിഗമനത്തിൽ അവരെ ഹജ്ജിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സൗദി ഹജ്ജ് വിസ അയച്ചു കൊടുത്തിരുന്നു, ടിക്കറ്റും അയച്ചു കൊടുത്തിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. അപ്പം അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ മാതിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. അപ്പം അവർക്ക് ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതേമാതിരി തന്നെ വേറെ ഒരു ഫാമിലി, സിംഗപ്പൂരിലൊരു ഫാമിലി ആയിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പം ഹജ്ജിന് കൊടുത്തു. അപ്പം എല്ലാവരുടെ വിസയും കിട്ടി എക്സെപ്റ്റ് ഇവരുടെ ഭർത്താവിനെ വെച്ചിട്ട്. ഇവരുടെ ഭർത്താവിന് വിസ ഇതുവരെ കിട്ടിയിട്ടില്ല. ആസ് ഓഫ് നൗ റിജക്ഷനായിട്ട്. അത് പിന്നെ നമ്മൾ സാലിഖാൻ്റെ നമ്മളെ ഗ്രൂപ്പിലാണ് ഉള്ളത്. അത് പിന്നെ അതിനൊരു പ്രോസസ്സിങ്ങിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സമയത്തിന് കൃത്യമായി അവിടെ എത്താൻ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടേ അത് സംഗതി നടക്കും എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തണം. അദ്ദേഹം കഴിഞ്ഞ കൊല്ലം നമ്മുടെ അടുത്ത് ഹജ്ജിന് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം പോകാൻ പറ്റാണ്ട് വന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അവരെ വിസയും പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ ഈ ഇതിൽ പിന്നെ ഈ നമ്മളിവിടെ 2 ഗ്രൂപ്പിൻ്റെ അമീർമാരും ഇവിടെ ഉണ്ട്. ഒന്ന് പിന്നെ നമ്മളെ ബഷീർ മൊയ്തീൻ സാഹിബാണ്. അത് അറിയപ്പെടുന്ന വാഗ്മിയും പണ്ഡിതനും ഖുർആൻ ക്ലാസ് വളരെയധികം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തേത് നമ്മളെ ഈ ഷംസുദ്ദീൻ നദി അവറുകളാണ്. അദ്ദേഹം വാടാനപ്പള്ളി ഓർഫനേജിൻ്റെതും പീസ് വാലിൻ്റെ എല്ലാം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഞങ്ങളുടെ അമീറായിട്ട് പോകുന്ന വ്യക്തിത്വമാണ്. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ സാലിഖാണ്, നമ്മളെ ഹജ്ജിൻ്റെ നമ്മളെ ഒരു ഗ്രൂപ്പിൻ്റെ ഏജൻസിൻ്റെ ഉടമയാണ്. പിന്നെ CT ഉണ്ട് ഇവിടെ. നമ്മളെ ഹജ്ജിൻ്റെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള, കാർമ്മികം എന്ന് പറഞ്ഞാൽ പ്രായോഗിക ഹജ്ജ് ഏത് രൂപത്തിലാണെന്നുള്ള രൂപത്തിൽ കാരണം പിന്നെ ഉപസംഹാരം മറ്റുള്ള കാര്യങ്ങളിൽ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ അമീർ ഉണ്ടാകുക. ഈ കൂടുതലായി ഒന്നും പറയുന്നില്ല. പിന്നെ ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ഉൾപ്പെടുത്തുക കാര്യങ്ങളെല്ലാം. കാരണം ഇതുവരെ ഒരു കലുഷിതമായ അന്തരീക്ഷമാണുള്ളത്. എന്താണ് സംഭവിക്കാൻ അള്ളാഹുവാലും നമുക്കറിയില്ല. നമ്മളെല്ലാം പ്രിപ്പയർ ആയിട്ട് തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെല്ലാം ഒന്ന് മാറിക്കെട്ടി സുഖകരമായ യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ ഷെരീഫ് സാഹിബിനെ ആദരവോടും ക്ഷണിച്ചുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.